ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നോ, നല്ല മുട്ട ഗ്രീൻ പീസും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു തട്ടുകട സ്റ്റൈലിൽ ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ബീച്ചിലൊക്കെ പോയാലാട്ടോ അധികം കിട്ടുക. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, നല്ലൊരു ട്വിസ്റ്റും കൂടി ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ഗ്രീൻ പീസൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് കേട്ടോ ഇത്. ഇനി അത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 3-4 വിസിലടിച്ചാൽ മതി കേട്ടോ. ഓവറായിട്ട് വെന്തിട്ടൊന്നും വേണ്ട, ഇങ്ങനെ ഉടനെ കിട്ടൊന്നും വേണ്ട. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. എന്നിട്ട് വെന്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ കുറച്ച് ഉള്ളി മസാലയൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മതിയായിട്ടോ. ഇതുപോലെ ആയാൽ നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം. വാട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും കേട്ടോ. സ്കൂളിൽ വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഗ്രീൻ പീസൊക്കെ നല്ലതാണല്ലോ, പിന്നെ മുട്ട, അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ശേഷം നമുക്ക് കുറച്ച് തക്കാളിയും കൂടിയും കട്ട് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, അതുപോലെ മുളക് പൊടി, പിന്നെ ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി നമുക്ക് മസാല ഇങ്ങനെ എല്ലായിടത്തും ഇളക്കി കൊടുക്കുക കേട്ടോ. ശേഷം നമ്മുടെ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മറിക്കാം. പിന്നെ ലാസ്റ്റ് കുറച്ച് ഒരു മുറി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് പുളിയൊക്കെ കൂടിയിട്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടി കറിവേപ്പിലേ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അടിപൊളിയാറിന് അടിപൊളിയാ സംഭവം ഗൈസ്. ഞാൻ പിന്നല്ലേ ഞങ്ങളിത് കഴിക്കാട്ടോ. കഴിക്കുമ്പോഴാണ് എനിക്ക് അയ്യോ ഇതിൽ മുട്ട ഇട്ടിട്ടില്ലല്ലോ എന്ന് തോന്നിയത് കേട്ടോ. പടച്ചനെ, മുട്ട ഇടാൻ മറന്നു ഗൈസ്. അതാണ് ഞാൻ ഇതിലൊരു കോമഡിയാണ്. മുട്ടയൊക്കെ എടുത്ത് വെച്ചിരുന്ന് സംഭവം ഇടാൻ മറന്നു. കഴിച്ച് പകുതി ആയി കഴിഞ്ഞപ്പോഴാണ് ഇതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ ഓർക്കുമ്പോഴാണ് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് മുട്ടയൊക്കെ ഒഴിച്ച് നല്ല ഒന്നും കൂടി ഇത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.